കള്ളാക്കുറിച്ചി മദ്യദുരന്തത്തിൽ വിഷമദ്യം കുടിച്ചവർക്ക് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്ന ദൃശ്യങ്ങൾ റിപ്പോർട്ടറിന്. കരുണാപുരം സ്വദേശിയുടെ അമ്മ വിഷമദ്യം കഴിച്ച് മരിച്ചിരുന്നു. ബന്ധുക്കളിൽ ചിലർ ഇപ്പോഴും ഗുരുതരാവസ്ഥയിലാണ്. യുവാവിനെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. கண்டுபிடிச்சிட்டு இவரு தான் காலையில் ஏற்றி விட்றாரு 108 ഗോവിന്ദരാജന്റെ കടയിൽ നിന്ന് വാങ്ങിയ മദ്യം വീട്ടിലുണ്ടായിരുന്നുവെന്നും അറിയാതെ കുടിച്ചെന്നും കരുണാപുരം സ്വദേശിയായ യുവാവ് റിപ്പോർട്ടറിനോട് പറഞ്ഞു. மாமக்கல்ல கண்ணுட்டி மாமக்கல்ல என்னைக்கு வாங்கினீங்க? 4 நாள் வந்து 5 நாள் ஆச்சு. எத்தனை வாங்கினீங்க? நான் வந்து ஊருக்கு போகும்போது 5 பாயிண்ட் வாங்கிட்டு போனேன். சரி, 2 வருஷம் 3 பாயிண்ட் வச்சுட்டு போனேன். மதுரை போகும்போது போயிட்டானே, போயிட்டு வந்து திருப்பி இப்பதான் அடிச்சானே, பாயிண்ட் அடிச்சேன், போயிட்டு ஒரு கோட்டை அடிச்சேன். குடிச்சுதான் சொல்றாரு. 2 பாயிண்ட் குடிச்சேன், வீட்டுக்கு முன்னாடி தான் 2 பாயிண்ட் கிடக்குதுன்றாரு. என்ன ஏதுன்னு சுச்சுவேஷன் தெரியல. வீடு தெரிஞ்சாதான் இப்போ போய் அதை கண்டுபிடிக்க முடியும். அதுக்கு முன்னாடி இவரை வந்து ஆம்புலன்ஸில் ஹாஸ்பிட்டலுக்கு கொண்டு போகிறது தான் நம்மளோட சேஃப்டிக்கு. 5 நாளுக்கு முன்னாடியே வாங்கிட்டாங்க. കണ്ണുകുട്ടി കടയിൽ നിന്ന് വാങ്ങി. ஆமாம், அங்கே தான் வாங்கினேன். വിഷയത്തിൽ തമിഴ്നാട് നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷം പ്രതിഷേധിച്ചു. അണ്ണാ DMK സഭ ബഹിഷ്കരിച്ചു. ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് വില കൽപ്പിക്കുന്നില്ല എന്ന് പ്രതിപക്ഷം ആരോപിച്ചു. കള്ളാക്കുറിച്ചി ദുരന്തത്തിൽ ഇപ്പോൾ 55 പേരാണ് ഇതുവരെ മരിച്ചത്. വിവരങ്ങളുമായി കള്ളാക്കുറിച്ചിയിൽ നിന്ന് ഇക്ബാൽ അറക്കൽ നമുക്കൊപ്പമുണ്ട്. ഇക്ബാൽ അറക്കൽ, കള്ളാക്കുറിച്ചിയിലെത്തി നമ്മൾ നേരിട്ട് കണ്ട ദൃശ്യങ്ങളാണ്. ആ യുവാവിന്റെ വീട്ടിൽ വിഷമദ്യം ഉണ്ടായിരുന്നു. ആ മദ്യം കുടിച്ചാണ് അമ്മ മരിച്ചത്. അതിന്റെ ബാക്കിയായിരിക്കാം ആ വീട്ടിൽ ഉണ്ടായിരുന്നത്. അതെടുത്ത് കുടിച്ചു എന്നുള്ളതാണ് അവിടെ നിന്നുള്ള ആളുകളുടെ പ്രതികരണത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ മദ്യദുരന്തം അതൊരു രാഷ്ട്രീയ ആയുധം എന്നതിനപ്പുറം അതിനൊരു പരിഹാരം ഉണ്ടാക്കുന്നതിലേക്ക് കൃത്യമായ റെയ്ഡും പരിശോധനകളും ഇതിന് പിന്നിലെ ആ കിങ് പിൻ അതിലേക്കൊക്കെ എത്താതെ 8-9 പേരെ പിടികൂടിയതിൽ അങ്ങ് ഒതുക്കുകയാണോ ഈ കേസിന്റെയും അന്വേഷണം? സുജിയ, നമ്മളിപ്പോൾ കണ്ട ദൃശ്യങ്ങൾ കള്ളാക്കുറിച്ചിയിൽ നിന്നും ഇന്നലെ റിപ്പോർട്ടർ വാർത്താ സംഘം ശേഖരിച്ചതാണ്. കള്ളാക്കുറിച്ചിയിലെ കരുണാപുരം കോളനിയിൽ തന്നെ താമസിക്കുന്ന ഒരു യുവാവാണ് ഇത്തരത്തിൽ ഈ വിഷമദ്യം കഴിച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട് ആ തെരുവിൽ തന്നെ കിടന്നിരുന്നത്. ഈ യുവാവിൻ്റെ അമ്മ കഴിഞ്ഞ ചൊവ്വാഴ്ച ഈ വിഷമദ്യം കഴിച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടിരുന്ന ആശുപത്രിയിൽ എത്തിയ ഉടൻ തന്നെ മരണപ്പെട്ടിരുന്നു. ഗോവിന്ദരാജൻ എന്ന് പറയുന്ന കണ്ണുകുട്ടിയുടെ വീട്ടിൽ നിന്ന് 8 മദ്യ പാക്കറ്റുകളാണ് ഇവരുടെ കുടുംബം വാങ്ങി വീട്ടിൽ കൊണ്ടുപോയിരുന്നത്. ഇതിൽ 6 പാക്കറ്റുകൾ ഇവരുടെ കുടുംബത്തിലുള്ള വിവിധ ആളുകൾ കഴിച്ചിരുന്നു. ഇവരുടെ അമ്മ ഈ മദ്യം കഴിച്ചിരുന്നു. ഇവർ പിന്നീട് മരണപ്പെട്ടു. ഈ യുവാവിൻ്റെ ഭാര്യയുടെ അമ്മയും ഈ മദ്യം കഴിച്ച് തന്നെ ഗുരുതരാവസ്ഥയിലായി ഇപ്പോൾ ആശുപത്രി കിടക്കയിൽ തുടരുകയാണ്. ഈ വിവരം അറിഞ്ഞാണ് കഴിഞ്ഞ ദിവസം ഈ യുവാവ് കരുണാപുരം കോളനിയിലേക്ക് എത്തിയത്. ഈ വീട്ടിൽ വെച്ച് ഈ 2 മദ്യ പാക്കറ്റുകൾ കാണുകയും ഇത് ഈ യുവാവ് കഴിക്കുകയുമായിരുന്നു. പിന്നീട് ഇന്നലെ രാത്രിയോടുകൂടിയാണ് ഈ യുവാവിന് കടുത്ത ദേഹാസ്വാസ്ഥ്യങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങിയത്. നാട്ടുകാരാണ് ഈ യുവാവിനെ ആദ്യം ഇത്തരത്തിൽ കുഴഞ്ഞു വീണ് കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ കാണുന്നത്. ഉടൻ തന്നെ ആരോഗ്യ പ്രവർത്തകർക്ക് വിവരം അറിയിക്കുകയായിരുന്നു. അവർ ആരോഗ്യ പ്രവർത്തകർ ഈ സ്ഥലത്തേക്ക് എത്തി യുവാവിനെ കല്ലാക്കുറിച്ചി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയ ഉടൻ തന്നെ ഡയാലിസിസ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടന്നു എന്നാണ് നമുക്ക് പിന്നീട് അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇന്നലെ രാവിലെ കള്ളാക്കുറിച്ചി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉൾപ്പെടെ ചികിത്സയിൽ ഉണ്ടായിരുന്നത് 115 ആളുകളാണെങ്കിൽ ഇന്ന് രാവിലെ ആവുമ്പോഴേക്കും ഈ ചികിത്സയിൽ കഴിയുന്ന ആളുകളുടെ എണ്ണം 190ലേക്ക് ഉയരുകയാണ്. ഈ ആളുകളുടെ എണ്ണം ഉയർന്നത് എങ്ങനെയാണെന്ന് നോക്കുമ്പോൾ ഈ വീടുകളിൽ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഈ ഗോവിന്ദരാജന്റെ കടയിൽ നിന്ന് വാങ്ങി വീടുകളിൽ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള മദ്യം ഇപ്പോഴും ഇവിടേക്ക് ഈ മരണവിവരങ്ങൾ അറിഞ്ഞ് എത്തുന്ന ബന്ധുക്കൾ കഴിക്കുകയും ഇവർക്ക് കൂടി ഈ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയും ഈ വിഷമദ്യം ഇവരുടെ ഇക്ബാൽ, അതായത് ഒരു മരണ വീട്ടിൽ അല്ലെങ്കിൽ വിവാഹ വീട്ടിൽ അതൊക്കെ എവിടെയായാലും ഈ മദ്യം വിളമ്പുന്ന ഒരു പതിവുണ്ടല്ലോ. അപ്പോൾ കേരളത്തിലെ പോലെ തന്നെ ഇവിടെയും ഈ കള്ളാക്കുറിച്ചിയിലും ബാക്കി വന്ന മദ്യം അത് ഈ വിഷമദ്യമാണ് എന്ന് അറിയാതെയാണോ അതോ അറിഞ്ഞിട്ടും അത് വീട്ടിൽ സൂക്ഷിക്കുകയാണോ? കുറച്ച് കഴിച്ചാൽ പ്രശ്നം ഉണ്ടാകില്ല എന്ന് കരുതി അത് ഇപ്പോഴും പല വീടുകളിലും ഇരിക്കുന്നുണ്ട് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അത് എടുത്തു മാറ്റാൻ എന്തുകൊണ്ടാണ് അധികൃതർ തയ്യാറാകാത്തത്?
സുജയ, അവിടെയാണ് ഈ വിഷമദ്യം കഴിച്ചുകൊണ്ടുള്ള ദുരന്തമാണ് കല്ലാക്കുറിച്ചിയിൽ നടന്നതെന്ന് ആദ്യം ജില്ലാ ഭരണാധികാരികൾ പോലും മനസ്സിലായിട്ടും അവരെല്ലാം മറച്ചു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇത് വലിയൊരു ദുരന്തത്തിലേക്ക് വഴിവെച്ചത്. ആദ്യം കളക്ടറായിരുന്ന ശ്രാവൺകുമാർ ഉൾപ്പെടെ പറഞ്ഞത് ഇത് വിഷമദ്യം കഴിച്ചുകൊണ്ടുള്ള ദുരന്തമല്ല, അവർക്ക് മറ്റ് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു എന്നാണ്. പിന്നീട് ഈ മരിച്ച ആളുകളുടെ രക്തസാമ്പിളുകൾ ഉൾപ്പെടെ എടുത്ത് പരിശോധിച്ചപ്പോഴാണ് മെഥനോൾ അടങ്ങിയ മദ്യം കഴിച്ചാണ് ഇത്തരത്തിൽ മരണങ്ങൾ സംഭവിച്ചതെന്ന് കണ്ടെത്തിയത്. അപ്പോൾ തന്നെ കൃത്യമായി നടപടികൾ സർക്കാർ സ്വീകരിച്ചിരുന്നെങ്കിൽ ഈ കരുണാപുരം കോളനിയിലെ വീടുകളിൽ എങ്കിലും കൃത്യമായ ഒരു വിവരങ്ങൾ ശേഖരിക്കുക. ഇക്ബാൽ അറക്കലാണ് വിവരങ്ങൾ നൽകിയത്. വീണ്ടും ആളുകൾ ദേഹാസ്വാസ്ഥ്യമുണ്ടായി ആശുപത്രിയിലേക്ക് പോകുന്നു. മദ്യം ഇപ്പോഴും പലയിടങ്ങളിലും, വ്യാജമദ്യം, വിഷമദ്യം പല വീടുകളിലും കള്ളാക്കുറിച്ചിയിൽ ഇപ്പോഴുമുണ്ട്. അധികൃതർ അതിൽ ഇടപെടേണ്ടത്, അതിനൊരു പരിഹാരം കാണേണ്ടത് അനിവാര്യവുമാണ്.